ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് കായണ്ണ പോവാണ്. അച്ഛൻ്റെ പെങ്ങളെ വീടാണ് കായണ്ണ. അത് മോളെ കുറുക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അച്ഛൻ്റെ പെങ്ങൾ ജലജേച്ചി കുറുക്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല പോകുന്നത്, ഞാനും ശിവലാട്ടനുണ്ട്. പിന്നെ എമിമോളുണ്ട്. പക്ഷേങ്കിൽ എമിമോളെ ആൾ കൂട്ടുന്നില്ല. അത്രയും ദൂരമൊന്നും കുഞ്ഞിനെ കൊണ്ട് മഴയത്ത് ട്രാവൽ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് നടക്കില്ല. അതുകൊണ്ട് എമിമോളെ എൻ്റെ വീട്ടിലും ഇപ്പോൾ ഇതാക്കിയിട്ടാണ് പോകുന്നയാൾ. ശിബിലാട്ടിനും എമ്മിമോളും റെഡി ആയിട്ട് ഇപ്പോൾ താഴോട്ടേക്ക് പോയിട്ടുണ്ട്. ഞാനും പോവാണ്. അപ്പം കാണാം. നമ്മളിതാ കഴിഞ്ഞെത്തി. ഇത് അവരുടെ മെയിൻ ടൗൺ ആണ്. ഞങ്ങൾ പണ്ട് ബസ്സിനൊക്കെ വരുമ്പോൾ ഇവിടെ ഇറങ്ങി ഇവിടുന്ന് ഓട്ടോനൊക്കെ ആയിരുന്നു പോകാറ്. പക്ഷെ ഇന്ന് ഞങ്ങൾ വണ്ടി ഉള്ളതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വണ്ടിയിൽ തന്നെ പോവാം. അച്ഛൻ്റെ പെങ്ങളെ ഭർത്താവിന് ടൈലറിങ് ഷോപ്പായിരുന്നു. അപ്പം ഇവിടെ കഴിഞ്ഞ ടൗണിൽ തന്നെ മൂപ്പർക്കൊരു ഷോപ്പൊക്കെ ഉണ്ട്. അത് നമ്മളിപ്പോൾ പാസ് ചെയ്യും. എപ്പോൾ കാണിച്ചു തരാം. ഇതാ അവിടെ ഇല്ലേ, ഇതാ വലത് സൈഡിൽ കാണുന്ന ഒരു ഷോപ്പ്, ഇതാ ഇവിടെ അവിടെയായിരുന്നു അവരുടെ ഷോപ്പ്. ഇവരെ നാട് എന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്ഥലം, ഫുള്ള് വയലും എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവില്ല, അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി. അവരാരും അറിയില്ല ഞങ്ങളിന്ന് അവിടെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം. ഞങ്ങളിതാ അവിടെ എത്തുമ്പം അതൊക്കെ തന്നെ അച്ഛൻ്റെ പെങ്ങളെ മോനുണ്ടായിരുന്നു, ശ്രീകുട്ടൻ വൈഷ്ണവ് എന്നാണ് പേര്. മൂപ്പരക്കാകെ ചമ്മലായിരുന്നു. നമ്മള് വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട്. അതാണ് ആ കളി കളിക്കുന്നത്. ഞാനിതാ മറഞ്ഞു നിൽക്കുന്ന എന്തിനാ വെച്ചാൽ അച്ഛൻ്റെ പെങ്ങള് അറിയില്ല ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഏതാ വീഡിയോ എടുത്ത് പുറത്തിറങ്ങുമ്പോൾ മൂപ്പര് എടുത്ത് വീഡിയോ കണ്ടപ്പോ മൂപ്പര് ആകെ ചമ്മിപ്പോയി. അങ്ങനെ ഞങ്ങള് പറമ്പിലും മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത്. ഈ റോസാപ്പൂ നിങ്ങൾ നോക്കി വെക്കണം, കാരണം ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് ജലജേച്ചിന്റെ സ്വന്തം മില്ല്. ആള് ഭയങ്കര കലിപ്പില്ല. വീഡിയോ ആയിട്ടൊക്കെ പോകുന്ന മൂപ്പർക്ക് വലിയ ഇഷ്ടമായിക്കില്ലാന്ന് തോന്നുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ടാണ് നിപ്പ്. എനിക്ക് ഇങ്ങനെയുള്ള പട്ടി പൂച്ചനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ദൂരെ നിന്നുള്ള സ്നേഹം മാത്രമേ എനിക്ക്. ഇതിനെ നിലത്ത് വെച്ചോണ്ട് ഞാൻ പിന്നെ നിലത്തിറങ്ങിയിട്ടില്ല. ഇതിനെ റൂമിലാക്കുന്നത് വരെ ഞാൻ ഇതിന്റെ മുകളിൽ ശിബിലേട്ടൻ പോയി അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷെ എനിക്ക് പേടിയായി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ദാസെടുത്ത് വന്നു. വണ്ടീന്റെ സൗണ്ട് കിടന്നു പൂച്ച ഒരൊച്ച വരുത്താണ് കോലയിലേക്ക്. ഞാൻ അപ്പുറത്തേക്ക് തന്നെ വീണ്ടും ഒരു തീമിലേക്ക് പോയി. അതിനെ എടുത്ത് അകത്ത് കൊണ്ട് പൂട്ടുന്നവരെ ഞാൻ അഭിമുഖം ഇറങ്ങി. ദാസേട്ടന് ഇറങ്ങിയപ്പോഴേ മനസ്സിലായി ഞാൻ വീഡിയോ എടുത്ത് നിൽക്കുക. പിന്നെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ ശിവലാട്ടൻ അവിടുന്ന് ഷോക്കേസും ഫോട്ടോ ഒക്കെ എടുത്ത്. ഇതെന്റെ കസിന് അവന്റെ ഫിയാൻസി ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റാ. പിന്നെ ഞങ്ങളൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചു. ഇത് അപ്പുറത്തെ വീട്ടിലെ രമ്യേച്ചി. ഏച്ചി പിന്നെ പൂച്ചേനെടുത്ത് മടിയിലൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഞങ്ങള് കുറെ കഥയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങള് അവിടുന്ന് ഇറങ്ങി. പണ്ട് ഞാനിവിടെ കൂടാൻ വരുമ്പോ വരാറുള്ള അംഗനവാടിയാണിത്. ഞാനും കസിൻസും എല്ലാം. അങ്ങനെ ഞങ്ങള് തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കസിന്റെ ഫിയാൻസിന്റെ അടുത്തൊക്കെ പോയി കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.